ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വേദഭാഗത്തുനിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്വിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? മതി. മുമ്പൊരു പ്രസംഗത്തിൽ ഈ വാക്യത്തെ ആസ്പദമാക്കി വിശ്വാസമെന്ന വിഷയത്തെക്കുറിച്ച് നാം അല്പമായി ചിന്തിക്കുകയുണ്ടായി. ഇവിടെ അപ്പോസ്തലനിൽ കൂടി ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിലൂടെ നാം വായിച്ചു കേട്ടത്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവി, നിങ്ങളെ തന്നെ പരീക്ഷിപ്പി. നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ഒരിക്കൽ എനിക്ക് വിശ്വാസം ലഭിച്ചു, എന്നാൽ ആ വിശ്വാസം എന്നിൽ നഷ്ടപ്പെട്ടുവോ? ആ വിശ്വാസത്തിൽ ഞാൻ വളരുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ നാം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ പ്രസംഗത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസം എന്നുള്ളതാണ്. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശ്വാസമെന്ന ആ സ്വത്ത് നമുക്കെല്ലാവർക്കും വേണ്ടതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് വിശ്വാസമെന്ന് പറയുന്നത്. വിശ്വാസമില്ലെങ്കിൽ നാം ഏറെക്കാലം ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. നാം നഷ്ടപ്പെട്ടു പോകും, നാം നിലംപരിചായിപ്പോവും. കർത്താവ് തൻ്റെ പരിശുശ്രൂഷ വേളയിൽ അനേകരുടെ വിശ്വാസത്തെ കണ്ട് പ്രകീർത്തിച്ചിട്ടുണ്ട്. കനാന്യ സ്ത്രീയുടെ കാര്യത്തിൽ കനാന്യ സ്ത്രീയെക്കുറിച്ച് നാം അവിടെ വായിക്കുമ്പോൾ ആ സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയതെന്ന് യേശു പറയുന്നുണ്ട്. ശതാധിപനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇത്ര വലിയ വിശ്വാസമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നാം വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ശീമോൻ പത്രോസിനെ കുറിച്ച് നാം യേശു പറയുന്നു, അല്പവിശ്വാസിയെ അവനെ വിളിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് ആദ്യ വിശ്വാസമെന്ന്. അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും വരരുത് എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. നിർവ്യാജ വിശ്വാസമെന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് നാം പലതും വാക്യങ്ങളുണ്ട്, ഞാൻ എല്ലാം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിശ്വാസത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. യേശുക്രിസ്തു പൊതുനഗരത്തിൽ ചെന്നപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവിശ്വാസം നിമിത്തം യേശു അത്ഭുതപ്പെട്ടു, അതിശയിച്ചു പോയെന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇതെല്ലാം നാം ചിന്തിക്കുമ്പോൾ വിശ്വാസം ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പിന്നീട് നാം ചിന്തിച്ചു വിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്തെല്ലാമാണെന്ന്. അതിൽ നാം ഒരു കാര്യം മാത്രമേ അന്ന് ചിന്തിച്ചുള്ളൂ, വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിക്കും. അതിന് നാം വായിച്ചത് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുന്നു.
ഈ നീതി കെട്ടവരായ നമുക്ക് നീതിമാന്മാരാകാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് കരഞ്ഞാൽ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നുവെന്ന് റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കല വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഈ സൗജന്യമാണ്. നമ്മുടേതായ തികവോ മികവോ ആത്മീകമോ ഒന്നുമല്ല അതിന് കാരണം. യേശുക്രിസ്തു സൗജന്യമായി നമ്മെ നീതീകരിക്കുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് മൂലം നമുക്ക് സൗജന്യമായി നീതീകരണം ലഭിക്കുന്നു. ഇതെല്ലാം ഈ വചനത്തിൽ നാം വായിക്കുമ്പോൾ ഇത് വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ പരിണമിക്കേണ്ടതാണ്. വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ പരിണമിക്കുമ്പോൾ, അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോഴാണ്. നിരന്തരമായി കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിശ്വാസം ലഭിക്കുന്നു. അതുപോലെ ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അടുത്ത വാക്യം വായിക്കേണ്ടത്. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഒരു വ്യക്തിയിൽ വിശ്വാസം ലഭിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ആ ക്രിസ്തു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മിൽ വിശ്വാസം ലഭിക്കുന്നത്. ആ ക്രിസ്തുവിനോടുള്ള നിർമ്മലമായ സ്നേഹം, ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്നേഹം, അതാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. 1 ക്രിസ്തുവിനോടുള്ള സ്നേഹം, 2 ദൈവവചനം. ഈ 2 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 2-ാമത്തെ കാര്യം നാം ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. വിശ്വാസം നിമിത്തം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം നമുക്ക് ഒന്നാമത് നീതീകരണം ലഭിക്കുന്നു, 2ാമത് നാം ദൈവമക്കളായിത്തീരുന്നു. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ ദൈവ പൈതലായോ, ഞാൻ ദൈവമകനായോ മകളായോ എന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവമക്കളെ നാം ഓരോരുത്തരും അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ നാം വിനയപ്പെടുക, നമ്മുടെ ജീവിതത്തെ നാം ശോധന ചെയ്യുക. കർത്താവേ, ഇതുവരെയും പേരിന് ഞാൻ ദൈവപൈതലാണെന്ന് പറയും, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നും ക്രിസ്തുവിനോടുള്ള വിശ്വാസം കടന്നു വന്നിട്ടില്ല. ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസം ഇന്നും എനിക്ക് വന്നിട്ടില്ല. ഇന്നും എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇന്നും പാളിച്ചകൾ വന്നുപോയി. കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നു. കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ നിൻ്റെ പൈതലായി, ഞാൻ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ പൈതലായി ഇനിയുള്ള കാലം ഞാൻ ജീവിക്കുമെന്നുള്ള ആ സമർപ്പണം നാം എടുക്കണം ദൈവമക്കളെ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. ആ യഹൂദന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാണെന്ന്. കർത്താവ് കടുത്ത ഭാഷയിലാണ് അവരോട് സംസാരിക്കുന്നത്. വളരെ വേദനയോടെയാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. അതിൻ്റെ 31-ാം വാക്യം നമുക്ക് വായിക്കാം. 8-ാം അധ്യായം 31-ാം വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് യേശു പറയുന്നത്. ഒരു വിശ്വാസം അവർക്ക് ലഭിച്ചു. യേശുവിലുള്ള ഒരു വിശ്വാസം ലഭിച്ചു. പക്ഷേ ആ വിശ്വാസം കൊണ്ട് ക്രിസ്തു അവരിൽ പ്രസാദിക്കുന്നില്ല. അവരുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, ഹൃദയാന്തർഭാഗത്തേക്ക് യേശു നോക്കുമ്പോൾ അവരുടെ അവിശ്വാസം കർത്താവ് കണ്ടു. അവരോട് പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാണെന്ന്. ആ പിശാചെന്ന പിതാവിൻ്റെ മക്കളായി അവൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ഭോഷ്ക് പറയുന്നവരാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാണ്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ തുടർന്നുള്ള വേദഭാഗങ്ങൾ, അതിൻ്റെ 31 മുതലുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ വായിച്ചതിന് ശേഷമുള്ള ഭാഗം നാം വായിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അബ്രാഹാമിൻ്റെ സന്തതിയാണെന്ന്, അബ്രാഹാമാണ് ഞങ്ങളുടെ പിതാവെന്ന്. വീണ്ടും അവർ തിരുത്തി പറയുകയാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു പിതാവേ ഉള്ളൂ, ദൈവമാണെന്ന്. ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഈ യേശുവിനെ കല്ലെറിയുന്നതിന് വേണ്ടി കല്ലെടുക്കുകയാണ് അവർ. കല്ലെറിഞ്ഞ് യേശുവിനെ ഉന്മൂലനം ചെയ്യുവാൻ, യേശുവിനെ കൊല്ലുവാൻ അവർ കല്ലെടുക്കുകയാണ്. വിശ്വാസികളായ യഹൂദന്മാർ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ യേശുവിനെ അവർ തിരിച്ചറിയുന്നില്ല. ഈ യേശുവിനെക്കുറിച്ച് അവർ പറയുന്നത് നാം മറ്റുള്ള വേദഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ 48 വാക്യം വായിക്കാം. 8 അധ്യായത്തിൻ്റെ 48 വാക്യം. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. 52 വാക്യം കൂടി. യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഈ മുമ്പിൽ നിൽക്കുന്ന ഈ ക്രിസ്തുവിനെ അവർ വിശ്വസിക്കുന്നില്ല. ആ ക്രിസ്തുവിനെ കുറിച്ച് അവർ പറയുന്നത് നിനക്ക് ഭൂതമുണ്ടെന്നാണ്, നീ ശമര്യൻ എന്നാണ് വിളിക്കുന്നത്. ദൈവമക്കളെ, അവിശ്വാസത്തോടെ അവർ നിൽക്കുകയാണ്. ഒരിക്കൽ വിശ്വാസം കിട്ടിയവരായിരുന്നു, എന്നാൽ അവരുടെ ഉള്ളിൽ അവിശ്വാസത്തിന് അവർ ഇടം കൊടുത്തു. അതുകൊണ്ട് അവർ പിശാചിൻ്റെ മക്കളെന്ന് അവിടെ യേശു പറയുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവമക്കളെ, അവിടെ ഇതെവിടെ വെച്ചാണ് യേശു പറയുന്നത്? അത് നാം 8 അധ്യായം അതിൻ്റെ 20 വാക്യം നമുക്ക് വായിക്കാം. അവൻ ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു. ദൈവാലയത്തിൽ വന്ന് ആരാധിക്കാൻ വന്ന യഹൂദന്മാർ, അവർ ദൈവാലയത്തിൽ വന്നത് എന്തിനു വേണ്ടി? ആരാധിക്കുവാൻ വന്നതാണ്. അവർ പ്രാർത്ഥിക്കുവാൻ വന്നവരാണ്. അവർ യാഗം കഴിക്കാൻ വന്നവരാണ്. അവർ യഹൂദന്മാർ ദൈവാലയത്തിൽ വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പെരുന്നാളിന് വന്നതായിരിക്കാം. ഇതാ പ്രാർത്ഥിക്കാൻ വന്നവരുടെ കയ്യിൽ കല്ല്. എന്തിനു വേണ്ടി? നസ്രായനായ യേശുക്രിസ്തുവിനെ കൊല്ലുന്നതിന് വേണ്ടി അവർ ഗൂഢാലോചന നടത്തുകയാണ്. അവർ അതിനുവേണ്ടി പദ്ധതി ഇടുകയാണ്. അവന് ഭൂതമുണ്ട് എന്ന് വിളിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് ആരാധിക്കാൻ വരുന്നവരുടെ ഉള്ളിൽ എന്താണ്? അവിശ്വാസം. പുറമേ അവർ ആരാധിക്കുന്നുണ്ട്, അവർ പള്ളിയിൽ പെരുന്നാളിന് വരുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, അതുപോലെ ആധ്യാത്മിക രംഗങ്ങളിലെല്ലാം വളരെ ഉത്സാഹത്തോടെ വരുന്നവരാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ അവിശ്വാസം. അവർ യേശുവിനെ കാണുന്നത് ഭൂതത്തെ പോലെയാണ്. അവിശ്വാസം. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാണെന്ന്. ദൈവമക്കളെ, അത് അവർക്ക് കൈക്കൊള്ളാൻ സാധിച്ചില്ല. അവരംഗീകരിച്ചില്ല. അവരംഗീകരിച്ചുവെങ്കിൽ അവൻ്റെ നേരെ കല്ലെടുക്കുകയില്ലായിരുന്നു. അവനെ കൊല്ലുന്നതിന് വേണ്ടി കല്ലെടുക്കുകയില്ലായിരുന്നു. ദൈവമക്കളെ, ഇന്നും സുവിശേഷത്തിന് എതിരായി നിൽക്കുന്നവർ മറ്റുള്ള മതക്കാരൊന്നുമല്ല. സുവിശേഷത്തിന് തടസ്സം ആരാണ്? സുവിശേഷകർ തന്നെയാണ്. സുവിശേഷം പറയുന്നുവെന്ന് അഭിനയിക്കുന്നവരാണ് ഇന്ന് സുവിശേഷത്തിൻ്റെ എതിരാളികൾ.
ദൈവമക്കളെ, എന്തുകൊണ്ടാണ് അവർ ഈ യേശുവിനെ കൊല്ലുവാൻ കല്ലെടുത്തത്? എന്തിനാണെന്ന് അത് മുന്നമേ യേശു പറഞ്ഞു. ഇവരെന്നെ നശിപ്പിക്കുവാൻ കല്ലെടുക്കും. ഇവർക്ക് ഈ വചനമൊന്നും ഇവർ വിശ്വസിച്ചിട്ടില്ല, ഇവരെന്നെ അംഗീകരിച്ചിട്ടുമില്ല. ഇവരെന്നെ കൊല്ലുമെന്ന് യേശുവിന് അറിയാമായിരുന്നു, യേശുവിന് മുന്നമേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ 8-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം നമുക്ക് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ദൈവവചനത്തിന് അവരുടെ ഉള്ളിൽ ഇടമില്ല. ദൈവമക്കളെ, വചനം കേൾക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവരാണ്, ദൈവാലയത്തിൽ വരുന്നവരാണ്, എല്ലാം ചെയ്യുന്നുണ്ട്, പുറമേയുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് വരുന്നു, വചനം പറയുന്നു, തീയുടെ വചനം പറയുന്നവരാണ്, എല്ലാ രംഗത്തും ഉത്സാഹത്തോടെ നടക്കുന്നു. പക്ഷേ ഹൃദയം പുറമേ ചുണ്ടിൽ ആരാധനയുണ്ട്, ചുണ്ടിൽ സ്തുതിയുണ്ട്, ചുണ്ടിൽ പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് ഇടമില്ല. അതുകൊണ്ട് അവർ പിശാചിൻ്റെ മക്കളായി. അതുകൊണ്ട് ക്രിസ്തുവിനെ അവർ തിരിച്ചറിയാതെ അവനെ കൊല്ലുവാനായിട്ട് അവർ പദ്ധതിയിടുന്നു. ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ വചനത്തിന് ഇടമില്ല. ക്രിസ്തുവിൻ്റെ വചനം അവരുടെ ഉള്ളിൽ ഇടം കിട്ടാതെ പോയി. അതുകൊണ്ട് പിശാച് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ദൈവമക്കളെ, അത് തന്നെയാണ് നമ്മുടെ ആദ്യ പിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നാം എന്താണ് കാണുന്നത്? ആദാം പാപം ചെയ്തു, ആദാമും ഹവ്വായും പാപം ചെയ്തു. ദൈവമക്കളെ, ഈ ആദാമിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യത്തിൽ ആദാം ആരായിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. കൈനാൻ എനോശിൻ്റെ മകൻ, എനോശ് ശേത്തിൻ്റെ മകൻ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് അവനെ മെനഞ്ഞത്. അതാണ് നാം വായിക്കുന്നത്. ഇതാ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു മനുഷ്യനെ ഉണ്ടാക്കിയത്, ആദാമിനെ മെനഞ്ഞത്. ദൈവമക്കളെ, അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അത് 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ജീവനുള്ള ദേഹിയായി മാറി, മനുഷ്യൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ശ്വാസമൂതി, അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി എന്ന് നാം വായിക്കുന്നു. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, അവൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം വന്നു. ദൈവത്തിൻ്റെ മകനായിരുന്നു ആദാം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം മകനായി ദൈവം സൃഷ്ടിച്ച അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് ഇടം കൊടുത്തില്ല. ദൈവത്തിൻ്റെ വചനം പിശാച് എടുത്തു കളഞ്ഞു എന്ന് നാം കാണുന്നു. എന്തിനാണ് ഈ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയത്? ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും ഏദൻ തോട്ടം കാപ്പാനുമായിരുന്നു എന്ന് 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതിൻ്റെ 15-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാണ് മനുഷ്യനെ അവിടെ ആക്കിയത്. ഇതാ, അവനോട് പറഞ്ഞു, നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലം മാത്രം നീ തിന്നരുത്, നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ആ വചനം കൊടുത്തു. ആ വചനത്തെ അവൻ അവിശ്വസിച്ചു. ദൈവമക്കളെ, പിശാചൊരു വിത്തിടുകയാണ്. പിശാച് അവൻ്റെ ഉള്ളിൽ വിത്ത് വിതച്ചു. ദൈവത്തിൻ്റെ വിത്ത് പിശാച് എടുത്തു കളഞ്ഞിട്ട് പിശാചിൻ്റെ വിത്ത് അവൻ്റെ ഉള്ളിലിട്ടു. യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു,
പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവൻ്റെ വിത്ത്, ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവൻ പാപം ചെയ്യുന്നില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വിത്ത്, ദൈവത്തിൻ്റെ വചനം, വിത്തെന്ന് പറഞ്ഞാൽ വചനമാണ്. ഈ വചനത്തിന് നേരെ വിപരീതമായിട്ട് പിശാചിട്ട വചനം, പിശാച് കൊടുത്ത വചനം അവൻ അനുസരിച്ചു. അവൻ ആ ഫലം തിന്നു. ദൈവമക്കൾ, അതിൻ്റെ ഫലം എന്താണ് നാം തിരിച്ചറിയണം. 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ ഓടി ഒളിക്കുകയാണ്. അവൻ്റെ കണ്ണ് തുറന്നു. അവൻ നഗ്നനെന്ന് തിരിച്ചറിഞ്ഞു. അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. പിശാചിന് ഇടം കൊടുക്കുമ്പോൾ, പിശാച് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. തൻ്റെ നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി അരയാട ഉണ്ടാക്കി ധരിക്കുന്നതായിട്ട്, അത്തിയില തുന്നി അരയാട ഉണ്ടാക്കി ധരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവമക്കളെ, ഇതാ തങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ അവർ തൽക്കാലത്തേക്കുള്ള ചില കുറുക്കു വഴികൾ തേടുകയാണ്. അങ്ങനെ നഗ്നത മറയുമോ? ദൈവമക്കളെ, പാപം മറയ്ക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും മറയ്ക്കുവാൻ സാധ്യമല്ല. നമ്മുടെ പാപം മറയ്ക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല ദൈവമക്കളെ. അത് ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം നാം ധരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ തേജസ് ക്രിസ്തു നമുക്ക് തരുമ്പോൾ മാത്രമാണ്, ക്രിസ്തുവിനെ കൊണ്ട് മാത്രമാണ് നമ്മുടെ നഗ്നത മറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവമക്കളെ, നിത്യനായ ദൈവം അവിടെ ഇതാ ഒരു മൃഗത്തെ കൊല്ലുകയും അവൻ്റെ തോലുകൊണ്ട് നഗ്നത മറയ്ക്കുന്നത് നാം അവിടെ കാണുന്നുണ്ട്. ദൈവമക്കളെ, ഇതാ പിശാചിന് ഇടം കൊടുത്തു. പിശാച് അവരുടെ ഉള്ളിൽ കടന്നു. പിശാച് അവരുടെ ഉള്ളിൽ കടന്ന് ഇതാ അവിശ്വാസം എന്ന വിത്ത് അവരുടെ ഉള്ളിൽ വിതച്ചു. ഇതാ അതിൻ്റെ ഫലം എന്താണ് പുറപ്പെട്ടത്? അതിൽ നിന്നുള്ള ഫലം എന്താണ് പുറത്തേക്ക് വന്നത്? എന്താണ്? അനുസരണക്കേടെന്നുള്ള ഫലം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിശ്വാസം എന്ന വിത്ത് ഉള്ളിലിട്ടു. അതിൽ നിന്ന് കിളിർത്ത ഫലം, അതിൽ നിന്നുണ്ടായ ഫലം എന്താണ്? അനുസരണക്കേടെന്നുള്ള ഫലമാണ് പുറത്തേക്ക് വന്നത്. ദൈവമക്കളെ, അവർ ആ ദൈവസന്നിധിയിൽ നിന്ന് നീക്കപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തായി. എന്നാൽ ദൈവമക്കളെ, ആ മകനെന്നുള്ള പദവി അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവി അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവമക്കളെ, ഇതാ റോമാലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഏകൻ്റെ അനുസരണക്കേടിനാൽ ശിക്ഷാവിധി വന്നു, മരണം വന്നു, പാപിയായി തീർന്നു. മനുഷ്യന് മരണം വന്നു, മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. ഇതാ ഏകൻ്റെ അനുസരണക്കേടിനാൽ ശിക്ഷാവിധി ലോകത്തിലേക്ക് കടന്നു വന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകര് പാപികളായി തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അവിടെ 17, 18, 19 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകര് ശിക്ഷാവിധിയിൽ അകപ്പെട്ടു. അനേകർക്ക് ഇതാ ലോകത്തിലേക്ക് മരണം വന്നു. ഇതാ അനേകര് പാപികളായി തീർന്നു എന്ന് നാം വായിക്കുന്നു. എന്നാൽ അവിടെ ഒരു പ്രത്യാശയുടെ വാക്കുണ്ട് ദൈവമക്കളെ. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേക പാപികളായി തീർന്ന പോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകര് നീതിമാന്മാരായി തീരുമെന്ന് നമുക്ക് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ഏകൻ്റെ അനുസരണക്കേടിനാൽ ആദ്യ പിതാക്കന്മാരുടെ ആദാമിൻ്റെ പാപം മൂലം, ആദാമിൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപം മൂലം ഇതാ ലോകത്തിലേക്ക് മരണം വന്നു. അതാണ് നാം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ലോകത്തിലേക്ക് എങ്ങനെയാണ് പാപം കടന്നു വന്നത്? എങ്ങനെയാണ് മരണം കടന്നു വന്നത്? എങ്ങനെയാണ് ശിക്ഷാവിധി വന്നത്? ഏകൻ്റെ അനുസരണക്കേടിനാൽ.
കഴിഞ്ഞാൽ. എന്നാൽ യേശുക്രിസ്തു യേശുക്രിസ്തു ഇതാ യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ദൈവമക്കളെ, ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ, ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടി ഒഴുകി വന്ന രക്തത്താൽ അത് വിശ്വസിച്ചുകൊണ്ട് ആര് ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു വരുന്നുവോ, ആ കുരിശിൻ്റെ ചുവട്ടിൽ വീഴുന്നുവോ, അവർക്ക് നീതിമാന്മാരായി തീരാ. എങ്ങനെ? ആ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. പാപം പോക്കപ്പെടുന്നു, പാപം മാഞ്ഞു പോകുന്നു, നീതിമാന്മാരായി തീരുന്നു. ഇതാ പിശാചിൻ്റെ മകനായിരുന്ന വ്യക്തി ഇതാ ദൈവത്തിൻ്റെ മകനായി തീരുന്നു. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു. ദൈവമക്കളെ, ഇതാര് വിശ്വസിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരമാണ് ഇതാ നിത്യനായ ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് ഈ ദൈവത്തെ വിശ്വസിക്കാം, ഈ ദൈവത്തെ അംഗീകരിക്കാം, ഈ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ്റെ ആ ബലിയിൽ, കർത്താവേ, നിൻ്റെ പാപപരിഹാര ബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. കർത്താവേ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സ്നേഹം നാം കണ്ടു കഴിയുമ്പോൾ പിന്നെ നാം മറന്നു പോകും, പിന്നെ നാം എല്ലാം പരിത്യജിക്കും, നമ്മുടെ ഉള്ളിൽ നിന്നെല്ലാം മാറിപ്പോകും, എല്ലാ പാപങ്ങളും നമ്മിൽ നിന്ന് ഒഴുകിപ്പോകും. ഹല്ലേലൂയ! നാം ദൈവമക്കളായിത്തീരും. ഹല്ലേലൂയ! ഈ സ്നേഹത്തെ നിങ്ങൾ കാണുമോ? ഈ സ്നേഹത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരുമോ? ആ സ്നേഹവാനായ യേശുവാണ് ഇന്ന് നിൻ്റെ മുമ്പിൽ വന്ന് കെഞ്ചി നിൽക്കുന്നത്. ഹല്ലേലൂയ! അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട ദൈവമക്കളെ, നാം ആരും നിരാശപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഇനി ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മുടെ ആത്മാവിനോട് ഇതാ ദൈവം കൽപ്പിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ! നാം മക്കളെങ്കിൽ ഇതാ അവകാശികളും ദൈവത്തിന് കൂട്ടവകാശികളും ആണ്. ദൈവമക്കളെ, ഹല്ലേലൂയ! അത് വിശ്വസിച്ചുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ. കർത്താവേ, ഹല്ലേലൂയ! എന്നെ നിൻ്റെ പൈതലാക്കണേ. ഞാൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവനാണ് കർത്താവേ, ഞാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ്. എന്നാൽ ഞാനൊരു തീരുമാനം നിൻ്റെ സന്നിധിയിൽ പറയുന്നു കർത്താവേ. അപ്പാ പിതാവേ, ഹല്ലേലൂയ! നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വന്നുകൊണ്ട് ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി കർത്താവേ. ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അവൻ ദൂരവേ കാണുന്നവനാണ്. ഹല്ലേലൂയ! നിൻ്റെ മാനസാന്തരം, ഹല്ലേലൂയ, ദൂരത്തു നിന്ന് കണ്ട് മനസ്സലിഞ്ഞ് ഓടി വന്ന് നിന്നെ, ഹല്ലേലൂയ, ചുംബിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ! ആ പിതാവ് ഇന്നും മാറിപ്പോയിട്ടില്ല. ആ പിതാവിൻ്റെ മകൻ തന്നെയാണ് നീ. ഹല്ലേലൂയ! നീ നിരാശപ്പെടണ്ട. നിന്റെ പാപങ്ങളെ ഉപേക്ഷിക്കുക, നിന്റെ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുക. ഇനി മേലാ കർത്താവേ, ഞാൻ പാപത്തിലേക്കില്ല, പാപ സ്വഭാവങ്ങളിലേക്കില്ല കർത്താവേ. പാപത്തെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു കർത്താവേ. എന്നെ സ്വീകരിക്കണമേ, എന്നെ തള്ളിക്കളയല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ കർത്താവേ. ഹല്ലേലൂയ! നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കർത്താവേ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നാം എല്ലാവരും ദൈവമക്കളാകുന്നു എന്നുള്ള ആ വചനം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അപ്പാ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അപ്പാ, എൻ്റെ അപ്പാ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. ഹല്ലേലൂയ! എൻ്റെ കർത്താവേ, നിന്റെ തേജസ്സിൻ്റെ അങ്കി ഞങ്ങളെ ധരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.